കയ്യാലക്കാത്ത് മാരിയമ്മ ആരുടെ സ്ഥാനം ഋഷീശ്വര ഗുരുസന്നിധി. കണ്ണൂരിൽ നിന്ന് അഴീക്കോട് ഭാഗത്തേക്ക് 3 കിലോമീറ്ററോളം മാറി അലവിൽ എന്ന ഗ്രാമം. ആ ഗ്രാമത്തിന് ഐശ്വര്യവും അഭിമാനവുമായ അലവിൽ പുതിയകാവ് മാരിയമ്മൻ കോവിൽ. അതിപുരാതനമായ അലവിൽ കോവിലിൽ പ്രത്യക്ഷ ദർശനമേകി വാണരുളിയിടുന്ന ശക്തി സ്വരൂപിണിയായ മാരിയമ്മ ആരൂഢ സ്ഥാനമാണ് കയ്യാലക്കാത്ത് മാരിയമ്മ ആരൂഢ സ്ഥാനം ഋഷീശ്വര ഗുരുസന്നിധി. അലവിൽ കോവിലിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായി എളമ്പിലാൻ പാറ എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്നു. കയ്യാലക്കാത്ത് ഋഷീശ്വര ഗുരുസന്നിധി അതിന്റെ നാമം പോലെ തന്നെ ഋഷീശ്വര ഗുരുവിന്റെ നിറസാന്നിധ്യം അനുഭവിച്ചറിയാൻ പറ്റുന്ന ഋഷീശ്വരന്മാരുടെ തപോശക്തിയാൽ പാർവതി സമേതനായി ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ട സന്നിധിയാണ്. ദക്ഷിണാമൂർത്തി സാന്നിധ്യവും ആദിശങ്കര ഗുരു പരമ്പരയും പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ശാന്തസുന്ദരമായ സ്ഥലം കണ്ട് തപസ്സനുഷ്ഠിച്ച താപസന്മാരും യോഗീവര്യന്മാരായ തറവാട് കാരണവരും ദേവീ കടാക്ഷത്താൽ വിഷ്ണുപാദം പുൽകിയവരുടെയും നിറസാന്നിധ്യം കൊണ്ട് പവിത്രമായ സന്നിധി. യാദവ വംശജർ പാർത്തിരുന്ന ഈ ദേശത്ത് കൃഷിയും കാലിവളർത്തലുമായിരുന്നു മുഖ്യ തൊഴിൽ. യാദവ വംശജരായ ഒരു പെൺകുട്ടി കാലി മേച്ചുകൊണ്ടിരിക്കെ വസൂരി രോഗാതുരയായി ബോധരഹിതയായി വീഴുകയും ചെയ്തു. കുട്ടിയെ അന്വേഷിച്ച് അവിടെ എത്തിയ ആ അമ്മ കുട്ടിക്ക് ദാഹമകറ്റാനായി വെള്ളം അന്വേഷിച്ചെങ്കിലും ലഭിച്ചില്ല. മനമുരുകി ഭഗവതി അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച ആ അമ്മയ്ക്ക് ആശ്വാസമായി ആകാശത്തു നിന്നും തൻ്റെ കൈക്കുമ്പിളിലേക്ക് ജലം നൽകിയതോടെ രോഗശാന്തി നേടിയതെന്നും ചരിത്രമുണ്ട്. ഇവിടെ വർഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പവിത്രമായ തീർത്ഥക്കുളം വളരെ പ്രശസ്തമാണ്. അലവിൽ കോവിലിലെ ഉത്സവ സമയത്ത് ഈ തീർത്ഥക്കുളത്തിലാണ് മാരിയമ്മ സ്നാനം ചെയ്ത് അണിഞ്ഞൊരുങ്ങി കരകം ചാർത്തി നാടുവലം വെച്ച് അലവിൽ കോവിലിൽ എത്തിച്ചേരുന്നത്. 64 ദിവ്യ ഔഷധങ്ങളുടെയും 64 പുണ്യതീർത്ഥങ്ങളുടെയും സംഗമമായ സൗപർണികയെ പോലെ സ്വച്ഛവും സമൃദ്ധവും പരിശുദ്ധവുമാണ് ഇവിടുത്തെ തീർത്ഥക്കുളം. സ്വർണ്ണ പ്രശ്ന വിധിപ്രകാരം ക്ഷേത്ര പുനഃപ്രതിഷ്ഠയ്ക്കായി കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര തന്ത്രി മഞ്ജുനാഥ അടികയെയാണ് വിധിക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാ വാർഷിക ചടങ്ങുകളും തുടർന്ന് സുദർശന ഹോമം, സുമംഗലി പൂജ, മൃത്യുഞ്ജയ ഹോമം, കുമാരി പൂജ, മഹാചണ്ഡികാ ഹോമവും നടത്തിവരുന്നു. ഋഷീശ്വര ഗുരുക്കന്മാർക്ക് മുതിർച്ച, വെള്ളപ്പട്ട്, ഗുരുപൂജ, നെയ്വിളക്ക്, പുഷ്പാഞ്ജലി എന്നിവ ഇവിടുത്തെ വിശേഷ പൂജയാണ്. സർവൈശ്വര്യദായിനിയും ശക്തി സ്വരൂപിണിയുമായ ശ്രീ കയ്യാലക്കാത്ത് മാരിയമ്മയ്ക്ക് മീനഭരണി നാളിൽ 2024 ഏപ്രിൽ 10-ാം തീയതി ബുധനാഴ്ച പൊങ്കാല സമർപ്പണം നടത്തപ്പെടുന്ന വിവരം ഭക്തി പുരസരം അറിയിച്ചുകൊള്ളുന്നു. അന്നേ ദിവസം കാലത്ത് 10:26-നും 11 മണിക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ അടുപ്പിൽ അഗ്നി പകരുന്നതും തുടർന്ന് അമ്മയ്ക്ക് നിവേദ സമർപ്പണവും നടത്തപ്പെടുന്നതാണ്. കൊടുങ്ങല്ലൂർ ഭരണി നാളിൽ നടത്തപ്പെടുന്ന വിശേഷാൽ പൊങ്കാലയിൽ പങ്കെടുക്കുന്നതിനായി മുഴുവൻ ഭക്തജനങ്ങളെയും കുടുംബസമേതം ഭക്ത്യാദരപൂർവ്വം സന്നിധിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു.